ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ, പരിസ്ഥിതി, സാമൂഹ്യ സുരക്ഷ, വ്യവസായം, കൃഷി തുടങ്ങിയ മേഖലകളിൽ എൻഡോസൾഫാൻ മൂലമുണ്ടായ നഷ്ടം വിലയിരുത്തി അത് ബന്ധപ്പെട്ട കമ്പനികളിൽ നിന്നും ഈടാക്കുകയാണ് ട്രിബ്യൂണൽ ആവശ്യപ്പെട്ടപ്പോൾ സമരസംഘടനകൾ ഉന്നയിച്ചിരുന്നത്. കാസർഗോഡുണ്ടായ ദുരന്തത്തിന് കാരണമായവർക്കെതിരെ നടപടിയുണ്ടാവണമെന്നും സമരസംഘടനകൾ ആവശ്യപ്പെടുന്നു. എന്നാൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ച അടിയന്തര സഹായം വിതരണം ചെയ്യുന്നതിന് ട്രിബ്യൂണൽ സ്ഥാപിക്കണമെന്നാണ് പഠനസമിതിയുടെ നിർദ്ദേശം. ദുരിതബാധിതർക്ക് ഒറ്റത്തവണയായി 5 ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം നൽകുക. 3 വർഷം കൊണ്ട് നഷ്ടപരിഹാരം നൽകണം. അതുവരെ ട്രിബ്യൂണൽ തുടരണമെന്നും പഠനസമിതിയുടെ ശുപാർശയിലുണ്ട്. ജനവിരുദ്ധവും നിയമവിരുദ്ധവുമായ റിപ്പോർട്ടാണ് സമിതിയുടേതെന്ന് സാമൂഹ്യ പ്രവർത്തകർ പറയുന്നു. ദുരന്തത്തിന് ഉത്തരവാദിയായവരെ രക്ഷിക്കുന്ന റിപ്പോർട്ട് തള്ളിക്കളഞ്ഞ് സമിതിയെ പിരിച്ചുവിടണമെന്ന് എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി ആവശ്യപ്പെട്ടു. യഥാർത്ഥ നഷ്ടപരിഹാരം എത്രയാണ് എന്ന് കണ്ടെത്തുകയും ആ യഥാർത്ഥമായ നഷ്ടപരിഹാരം ജനങ്ങൾക്ക് കൊടുക്കുകയും ഇരകളാക്കപ്പെട്ട മനുഷ്യർക്ക് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിരന്തരമായിട്ട് ട്രിബ്യൂണൽ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ റിപ്പോർട്ടിനോട് എൻഡോസൾഫാൻ പീഡിത മുന്നണിക്ക് യാതൊരു തരത്തിലും യോജിക്കാൻ സാധ്യമല്ല. ട്രിബ്യൂണൽ പഠനസമിതിയുടെ റിപ്പോർട്ടിനെതിരെ സമരത്തിനൊരുങ്ങുകയാണ് എൻഡോസൾഫാൻ വിരുദ്ധ കൂട്ടായ്മകൾ. മീഡിയ 1 കാസർഗോഡ്.